ഗജാനനമഹം വന്ദേ ഗജാസുരനിബഹണം സിദ്ധിബുദ്ധിയുദം ദേവം ഭക്തവിഘ്നഭയാപഹം മഹാകാളി മഹാലക്ഷ്മി മഹാവാണീതിയാ സ്മൃത സാസ്മാൻ പാതു മഹാദുർഗാ സമസ്താപന്നിവാരിണി സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 3-ാം അധ്യായം മഹിഷാസുര വധമാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ മഹിഷാസുരൻ്റെ സൈന്യങ്ങളെയെല്ലാം ദേവി വധിച്ചത് കണ്ടു. സർവമംഗല്യദായിനിയായ ദേവി ഇന്ന് 3-ാം അധ്യായത്തിന് മഹിഷാസുരനെ വധിക്കുന്നതാണ്. നമുക്ക് നോക്കാം. 1-ാമത്തെ മന്ത്രം ഋഷിരുവാച എന്നതാണ്. ഇതിൽ 3 ഉവാച മന്ത്രങ്ങളും അതുപോലെ 38 ശ്ലോകമന്ത്രങ്ങളുമാണുള്ളത്. അങ്ങനെ ആകെ 41 മന്ത്രങ്ങൾ. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 2-ാമത്തെ ശ്ലോകം. നിഹന്യമാനം തൽസൈന്യം അവലോക്യ മഹാസുരഃ സേനാനീശ്ചിക്ഷുരകോപാദ്യയൗ യോദ്ധുമദാംബികാം. ഋഷിവാച, ഋഷി പറഞ്ഞു. അധ അനന്തരം സേനാനി, മഹിഷാസുരൻ്റെ സേനാനായകനാണ് ചിക്ഷുരൻ. അപ്പോൾ സേനാനായകനായ ചിക്ഷുരഃ മഹാസുരഃ, ചിക്ഷുരൻ എന്ന മഹാസുരൻ, തത് സൈന്യം മഹിഷാസുരൻ്റെ ആ സൈന്യം, നിഹന്യമാനം അവലോക്യ നിശേഷം കൊല്ലപ്പെടുന്നതായി വധിക്കപ്പെടുന്നതായി കണ്ടിട്ട് കോപത്താൽ അംബികാം യോദ്ധും യയൗ, അംബികയോട് യോദ്ധും യയൗ യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു. അനന്തരം സൈന്യാധിപനായ ചിക്ഷുരൻ എന്ന മഹാസുരൻ മഹിഷാസുരൻ്റെ സൈന്യം ദേവിയാൽ ഓരോരുത്തരായി വധിക്കപ്പെടുന്നത് കണ്ടിട്ട് കോപം മൂലം അത്യന്തം കോപത്തോടുകൂടി ദേവിയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. 3-ാമത്തെ ശ്ലോകം. സദേവിം ശരവർഷേണ വവർഷ സമരേ സുരഃ യഥാ മേരുഗിരേ ശൃംഗം തോയവർഷേണ തോയതഃ. സഹ അസുരഃ സമരേ, സഹ അവൻ ഈ ചിക്ഷുരൻ, അസുരഃ സമരേ ആ അസുരൻ യുദ്ധത്തിൽ, ശരവർഷേണ ദേവീം ശരവർഷം കൊണ്ട് ദേവിയെ, തോയവർഷേണ എന്ന് പറഞ്ഞാൽ തോയം വെള്ളമാണ്. തോയതം എവിടെ നിന്നാണോ വെള്ളം ഉണ്ടായത്, ആ എവിടെ നിന്ന്, മേഘത്തിൽ നിന്നാണ്. തോയതം അർത്ഥം മേഘമെന്നാണ്. അതായത് മേഘം ജലവർഷം കൊണ്ട്, ജലധാര കൊണ്ട്, മേരുഗിരേ മേരുപർവ്വതത്തിൻ്റെ ശൃംഗം കൊടുമുടി, യഥാവവർഷ കൊടുമുടി എന്നതുപോലെ വർഷിച്ചു. അതായത് മേഘം മഴ പെയ്യുമ്പോൾ എങ്ങനെയാണോ ജലധാര കൊണ്ട് മേരുപർവ്വതത്തിൻ്റെ കൊടുമുടിയെ നനയ്ക്കുന്നത്, അതായത് ജലധാര കൊണ്ട് മൂടുന്നത് പോലെ, ജലധാര വർഷിക്കുന്നത് പോലെ ഈ ചിക്ഷുരൻ എന്ന അസുരൻ ദേവിയെ ശരവർഷം കൊണ്ട് മൂടി എന്നർത്ഥം. അടുത്ത ശ്ലോകം. തസ്യ ഛിത്വാ തതോ ദേവി ലീലയേവ ശരോത്കരാൻ ജഘാന തുരകാൻ ബാണൈരന്താരം ചൈവവാജിനാം. ബാണൈര്യന്താരം ചൈവവാജിനാം ച ഏവ തതഃ ലീലയ ഇവ. അനന്തരം ലീലയ എന്ന് പറഞ്ഞാൽ കളിയായിട്ട്, ജസ്റ്റ് സില്ലിയായിട്ട്, കളിയായിട്ട് എന്ന പോലെ, ബാണൈഹി ബാണങ്ങളെ കൊണ്ട്, തസ്യ ശരോത്കരാൻ അവൻ്റെ ശരസമൂഹങ്ങളെ, തസ്യ അവൻ്റെ ശരോത്കരാൻ ശരസമൂഹങ്ങളെ കൊണ്ട്, ഛിത്വ മുറിച്ചിട്ട്, തുരകം കുതിര, തുരകാൻ കുതിരകളെയും, വാജിനാം വാജികളെയും, അതായത് വാജി കുതിരയാണ്. വാജിനാം എന്ന് പറഞ്ഞാൽ കുതിരക്കാരനാണ്. യന്താരം ച ഏവ ജഘാന കുതിരക്കാരനെയും കൊന്നു എന്നർത്ഥം. അതായത്
ദേവിയുടെ നേരെ ശരവർഷം നടത്തി. അപ്പോൾ തിരിച്ച് ദേവിയും കളിയായിട്ടെന്ന പോലെ ഈ ചുക്ഷുരൻ്റെ ആക്രമണം വെറും തമാശ പോലെ എടുത്തിട്ട് തിരിച്ച് ബാണങ്ങളെ കൊണ്ട് അവൻ്റെ ശരസമൂഹങ്ങളെ മുറിച്ചു. അവൻ ചുക്ഷുരൻ അയച്ച ശരങ്ങളെയെല്ലാം മുറിച്ച് അവൻ്റെ കുതിരകളെയും കുതിരക്കാരന്മാരെയും കൊന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം 4. ചിച്ഛേദ ച ധനുസദ്യോ ധ്വജം ചാതി സമുച്ഛൃതം വിവ്യാധ ചൈവഗാത്രേഷു ഛിന്ന ധന്വാനമാശുഗൈ. ആശുഗൈ എന്ന് പറഞ്ഞാൽ അമ്പുകളാണ്, അമ്പും വില്ലുമാണ്. ആശുഗൈ ധനുഹു. സദ്യ അപ്പോൾ ദേവി ആശുഗൈഹി ധനുഹു അമ്പുകൾ കൊണ്ട് വില്ലും അതിസമുച്ഛൃതം എന്ന് പറഞ്ഞാൽ അതി ഉന്നതമായ എന്നാണ്, സമുന്നതമായ. ധ്വജം ച ധ്വജം കൊടിമരമാണ്, ച കൊടിമരവും. ചിച്ഛേദ ച മുറിക്കുകയും, ചിച്ഛേദ മുറിക്കുക, ചിച്ഛേദ ച മുറിക്കുകയും. ഛിന്നധന്വാനം അതായത് ധനുസ് വില്ലാണ്, ഛിന്നമാക്കി ഛിന്നധന്വാനം ഛേദിക്കപ്പെട്ട വില്ലോടുകൂടിയ അവൻ്റെ ഗാത്രേഷു ഗാത്രം ശരീരം, ഗാത്രേഷു ശരീരത്തിലെ എല്ലാ അംഗങ്ങളിലും ഏവ വിവ്യാധ ച താടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ദേവി തൽക്ഷണം സദ്യ അപ്പോൾ തൽക്ഷണം ബാണങ്ങളെ കൊണ്ട് വില്ലും അത്യുന്നതമായ കൊടിമരവും മുറിക്കുകയും ഛേദിക്കപ്പെട്ട വില്ലോടുകൂടിയ ആ ചിക്ഷുര മഹാസുരൻ്റെ ദേഹത്തിൽ, അതായത് സർവ്വ അംഗങ്ങളിലും അവയവങ്ങളിലും ബാണങ്ങളെ കൊണ്ട് തന്നെ താടിക്കുകയും ചെയ്തു. അതായത് ശരങ്ങളെ കൊണ്ട് മൂടി എന്നർത്ഥം. ക്ഷണനേരം കൊണ്ടാണ് അങ്ങനെ ദേവി അവനെ പ്രത്യാക്രമിച്ചത്. 5 ശ്ലോകം. സച്ഛിന്നധന്വാവിരധോ ഹതാശ്വോ ഹതസാരഥി അഭ്യതാവത താം ദേവീം ഖഡ്ഗചർമ്മധരോസുരഃ. ഖഡ്ഗചർമ്മധരോസുരഃ എന്ന് പറഞ്ഞാൽ ഖഡ്ഗം വാളാണ്. ചർമ്മധരം എന്ന് പറഞ്ഞാൽ ഇവിടെ ചർമ്മം ത്വക്കല്ല, ചർമ്മത്തിന് നമ്മുടെ തൊലി ത്വക്ക എന്നർത്ഥമുണ്ട്. ഇവിടെ ചർമ്മം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പരിചയാണ്. പരിച തോലുകൊണ്ട് മൂടപ്പെട്ടതായതുകൊണ്ടാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ചർമ്മം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പരിചയാണ്. ഖഡ്ഗചർമ്മധരൻ എന്ന് പറഞ്ഞാൽ വാളും പരിചയും ധരിച്ചവൻ എന്നേ അർത്ഥമുള്ളൂ. താം ദേവീം അഭ്യതാവത, ആ ദേവിയെ നേരിട്ട് എതിർത്തു. അപ്പോൾ നമുക്ക് നോക്കാം. ഛിന്നധന്വാ വിരധ, വില്ലു മുറിഞ്ഞവനും തേരുടഞ്ഞവനും. ദേവി അവൻ്റെ ശരങ്ങൾ കൊണ്ട് അവൻ്റെ ദേഹത്തെല്ലാം മുറിവേൽപ്പിച്ചു. അതേപോലെ കുതിരകളെയും കുതിരക്കാരന്മാരെയും വധിച്ചു. ഇപ്പോൾ ഹതാശ്വഹ, കുതിരകൾ ചത്തുപോയി ഇപ്പോൾ അല്ലേ, ഇപ്പോൾ കയ്യിലൊന്നുമില്ല. ഹതസാരഥി, കുതിരക്കാരൻ എന്ന് പറഞ്ഞാൽ രഥങ്ങൾ തെളിക്കുന്നവനെ സൂതൻ തേരാളി എന്ന് വിളിക്കും. കുതിരപ്പുറത്തിരിക്കുന്നവനാണ് കുതിരക്കാരൻ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള തേരാളികൾ മരിച്ചുപോയവനും കുതിരകൾ ചത്തുപോയവനുമായ ആ അസുരൻ, സഹ അസുരഹ ഖഡ്ഗചർമ്മധര, വാളും പരിചയം ധരിച്ചവനായിട്ട്, വാളും പരിചയം മാത്രം കയ്യിലെടുത്തിട്ട് താം ദേവീം അഭ്യതാവത, ആ ദേവിയുടെ നേരെ ഓടി. ബാക്കിയെല്ലാം പോയി, പക്ഷേ വാളും പരിചയം എടുത്ത് ദേവിയെ നേരിടാനായിട്ട് ഓടിച്ചെന്നു എന്നർത്ഥം. ഇനി 7 ശ്ലോകമാണ്. സിംഹമാഹത്യ ഖഡ്ഗേന തീക്ഷ്ണധാരേണ മൂർധനി ആജഘാന ഭുജേ സവ്യേ ദേവീം അപ്യതിവേഗവാൻ. അതിവേഗവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തോടു കൂടിയവനായിട്ട് വാളും പരിചയെടുത്ത് ചിക്ഷുൻ വളരെ വേഗത്തിൽ ഓടി. തീക്ഷ്ണധാരേണ ഖഡ്ഗേന, മൂർച്ചയുള്ള വാൾ കൊണ്ട്, സിംഹത്തെ മൂർധനി ആഹത്യ, മൂർധനി എന്ന് പറഞ്ഞാൽ നിറുകയാണ്, തലയിൽ വെട്ടിയിട്ട്, ദേവീം അപി എന്ന് പറഞ്ഞാൽ ബട്ട് ഓൾസോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദേവീം അപിയും എന്ന് പറഞ്ഞാൽ ദേവിയെയും, സവ്യേ ഭുജേ ആജഘാന, ഇടത്തെ കയ്യിൽ പ്രഹരിച്ചു. അപ്പം സിംഹത്തിൻ്റെ ആ ചിക്ഷുര മഹാസുരൻ സിംഹത്തിൻ്റെ തലയിൽ, അതായത് നെറുകയിൽ അടിച്ചിട്ട് മൂർച്ചയുള്ള വാൾ കൊണ്ട് സിംഹത്തിൻ്റെ തലയിൽ വെട്ടി. അത് കഴിഞ്ഞ് ദേവിയുടെ ഇടത്തെ കയ്യിലും പ്രഹരിച്ചു എന്നർത്ഥം. സവ്യം എന്ന വാക്കിന് ഇടത്തേത് എന്നാണ് അർത്ഥം കേട്ടോ. സവ്യേ ഭുജേ ആജഘാന എന്ന് പറഞ്ഞാൽ ഇടത്തെ ഭുജം തോൾ ആണ് ഭുജം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സവ്യേ ഭുജേ, ഇടത്തെ കൈയിൻ്റെ ആ തോൾ ഭാഗത്തിന് താഴെയായിട്ട് അടിച്ചു എന്നർത്ഥം. തസ്യാഹ ഖഡ്ഗോ ഭുജം പ്രാപ്യ പഫാല നൃപനന്ദന തതോ ജഗ്രാഹ ശൂലം സ കോപാദരുണലോചന. ഋഷിരുവാച എന്ന് തുടങ്ങി നമ്മൾ 1, 2 എന്ന് എണ്ണുകയാണെങ്കിൽ ഇത് 8 ശ്ലോകം അല്ലെങ്കിൽ 7 ശ്ലോകം. നമ്മൾ ഉവാച മന്ത്രങ്ങളും ശ്ലോകമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഇത് 8 ആണ്.
അപ്പോൾ നൃപനന്ദന എന്ന് നമുക്ക് രണ്ട് മീനിങ് എടുക്കാം. നൃപനന്ദനൻ നൃപൻ്റെ മകൻ, പുത്രൻ എന്നർത്ഥമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നൃപനന്ദ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലയോ രാജകുമാര, അല്ലെങ്കിൽ നമുക്ക് വേറെ ഖഡ്ഗ പഫാല എന്ന് വേണമെങ്കിൽ പഫാല എന്ന വാക്കിനോടുകൂടി ചേർത്ത് പറയാം. പഫാല എന്ന് പറഞ്ഞാൽ അല്ലയോ രാജകുമാര, ആ വാൾ ഫലിച്ചില്ല എന്നർത്ഥമാണ്. വാൾ പ്രയോഗിച്ചിട്ട് ഫലപ്രാപ്തിയുണ്ടായില്ല എന്നും ഇവിടെ എടുക്കാം. നൃപനന്ദൻ എന്ന് പറഞ്ഞാൽ രാജാവിനെ, നന്ദനൻ പുത്രൻ, നന്ദൻ എന്നുദ്ദേശിച്ചാൽ രാജാവിനെ സന്തോഷിപ്പിക്കുന്നവൻ. അതും രാജകുമാരൻ തന്നെയാകാം. സ്വന്തം മക്കളും അച്ഛന്മാരെ സന്തോഷിപ്പിക്കില്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ അർത്ഥം എടുത്താലും തെറ്റില്ല. നൃപനന്ദനൻ സുരഥ രാജാവിനെയാണ് ഇവിടെ ഋഷി പറയുന്നതാണ് അല്ലേ, സുരഥ രാജാവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഖഡ്ഗഹ വാൾ, തസ്യാഹ ഭുജം പ്രാപ്യ, ദേവിയുടെ ഭുജത്തെ പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വാൾ ദേവിയുടെ ദേഹത്ത് മുട്ടിയിട്ട് പഫാല പൊടിഞ്ഞുപോയി. തതഹ കോപാൽ, അനന്തരം കോപം കൊണ്ട്, അരുണലോചനഹ സഹ, അരുണലോചനൻ എന്ന് പറഞ്ഞാൽ ലോചനം കണ്ണ്, അരുണം ഇവിടെ ചുവപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടിയ സഹ അവൻ ശൂലം ജഗ്രാഹ, ശൂലത്തെ എടുത്ത് പ്രയോഗിച്ചു. ശൂലം നമുക്കറിയാം ശിവൻ കൊടുത്തിരുന്നു. ശൂലം ശൂലാദ്വിനിഷ്കൃഷ്യ എന്ന് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ അല്ലേ, ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ. അപ്പോൾ അല്ലയോ സുരഥ മഹാരാജാവേ, ചിക്ഷുരാസുരൻ്റെ വാൾ ദേവിയുടെ കയ്യിൽ കൊണ്ടിട്ട് പൊടിഞ്ഞുപോയി. ദേവിക്കൊന്നും പറ്റിയില്ല. ദേവിയെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ദേവിക്കൊന്നും പറ്റിയില്ലെന്ന് മാത്രമല്ല, വാൾ പൊടിഞ്ഞും പോയി. അത് കണ്ട് കോപം മൂലം അവൻ്റെ കണ്ണുകളൊക്കെ തുടുത്ത് ചുവന്നിരുന്നു. ആ ചുവന്ന കണ്ണുകളോടുകൂടിയ ആ അസുരൻ അവൻ്റെ ശൂലായുധത്തെ എടുത്തു. പിന്നീട് എന്ത് ചെയ്തെന്ന് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ചിക്ഷേപച തതസ്തത്തു ഭദ്രകാള്യാം മഹാസുരഃ ജാജ്വല്യമാനം തേജോഭി രവിബിംബമിവാംബരാത്. ചിക്ഷേപ തത മഹാസുരഃ, അനന്തരം ആ മഹാസുരൻ അംബരാത് ആകാശത്തെ ആക്രമിച്ചിട്ട് തേജോഭിഹി തേജസ് കൊണ്ട് രവിബിംബം ഇവ, സൂര്യബിംബം പോലെ എന്നാണ്. രവി സൂര്യനാണ്, സൂര്യബിംബം പോലെ. ജാജ്വല്യമാനം എന്ന് പറഞ്ഞാൽ പ്രകാശിച്ച്, ആ പ്രകാശം നിറഞ്ഞു നിൽക്കുകയാണ്, സൂര്യൻ ബിംബം പോലെ. തത്തു ദേദീപ്യമാനമായ പ്രകാശം കൊണ്ട് നിറഞ്ഞ ആ ശൂലം, ശൂലത്തിൻ്റെ പ്രകാശമാകാം, അല്ലെങ്കിൽ രവിബിംബം സൂര്യൻ്റെ പ്രകാശം തട്ടി തിളങ്ങിയതുമാകാം. ഭദ്രകാളിയാം ചിക്ഷേപ ച, ആ ശൂലമെടുത്ത് ഭദ്രകാളിയാം, ഭദ്രകാളിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുടെ നേരെ, ദേവിയുടെ നേരെ എറിഞ്ഞു. ചിക്ഷേപ എറിഞ്ഞു എന്നാണ്, എറിയുകയും ചെയ്തു. അനന്തരം ചിക്ഷുരൻ എന്ന മഹാസുരൻ ആകാശത്തെ ആക്രമിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. ദേവിയുടെ രൂപം ആകാശത്തെ മുട്ടി, കിരീടോല്ലിഹിതാംബരാം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, കിരീടം ആകാശത്ത് മുട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് മുകളിലേക്ക് എറിഞ്ഞു എന്നേ അർത്ഥമുള്ളൂ ഇവിടെ കേട്ടോ. അപ്പോൾ ആ വലിയ രൂപത്തെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ ആകാശത്തെ ആക്രമിച്ചിട്ട് തേജസ് കൊണ്ട് സൂര്യബിംബം പോലെ പ്രകാശിച്ചു കൊണ്ടിരുന്ന ആ ശൂലത്തെ ദേവിയിൽ എറിഞ്ഞു. അപ്പോൾ ഇവിടെ ആ അസുരൻ്റെ ശൂലത്തിന് പ്രത്യേക ശക്തിയുള്ളതുകൊണ്ട് അത് പ്രകാശിച്ചു എന്നും അർത്ഥം. ഇവിടെ തേജോഭി എന്ന് പറഞ്ഞാൽ രശ്മികളെ കൊണ്ട് ജാജ്വല്യമാനമായത്, ആ ശൂലത്തിൽ നിന്ന് പ്രകാശിച്ച രശ്മികളെ കൊണ്ട് ജാജ്വല്യമാന, അത് പ്രകാശിച്ച എന്ന് വേണമെങ്കിലും അർത്ഥം എടുക്കാം. ഇവിടെ ഇത്രയും സിമ്പിളാണ്. പ്രകാശം പരത്തുന്ന ആ ശൂലം കൊണ്ട് ദേവിയെ ആക്രമിച്ചു എന്നർത്ഥം. ഭദ്രകാളി എന്നുള്ള വാക്ക് ഭദ്രയായിട്ടിരിക്കുന്നവൾ എന്നാണ്, മംഗളകാരിണിയായിട്ടിരിക്കുന്നവൾ. ഇവിടെ കാലൻ്റെ കാലാഗ്നി, രുദ്രൻ്റെ പട്ടമഹിഷിയായിരിക്കുന്നവൾ എന്നൊക്കെ ഭദ്രകാളിക്ക് അർത്ഥമുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ചണ്ഡികാദേവി എന്നാണ് അർത്ഥം. അംബരാത് ആകാശ എന്നർത്ഥം. ആകാശത്തിൽ മുട്ടിയിട്ട് അത് തിരിച്ചു വന്നു എന്നും എടുക്കാം ശൂലം. അടുത്ത ശ്ലോകം. ദൃഷ്ട്വാ തദാപതച്ഛൂലം ദേവീ ശൂലമമുഞ്ചത തേന തച്ഛതതാനീതം ശൂലം സജ മഹാസുരഃ തത് ആപതത്. ചിക്ഷുരപ്രയുക്തയായി വരുന്ന, ചിക്ഷുരപ്രയുക്തമായി വരുന്ന എന്ന് പറഞ്ഞാൽ ചിക്ഷുരൻ എന്ന അസുരൻ പ്രയോഗിച്ച ആ ശൂലം വരുന്നു. ശൂലം ദൃഷ്ട്വ ദേവി, ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, ശൂലത്തെ കണ്ടിട്ട് ദേവി ശൂലം അമുഞ്ചത. അപ്പോൾ ദേവിയുടെ കയ്യിലും ഒരു ശൂലമുണ്ട് അല്ലേ, ശൂലം അവിടെ ശിവൻ കൊടുത്ത ശൂലമുണ്ട്. ശൂലം
അമുഞ്ചത തൻ്റെ ശൂലത്തെ ആ ചിക്ഷുരൻ്റെ ശൂലത്തിന് നേരെ പ്രയോഗിച്ചു. തേന തത് ശൂലം, തേന ആ ദേവീശൂലം കൊണ്ട് ചിക്ഷുരൻ്റെ ശൂലവും സഹ മഹാസുരഃ ച ആ മഹാസുരനും ശതഥ നീതം, ശതഥ നീതം ശതം 100 ശതഥ 100 ആക്കി തീർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീതം എന്ന് പറഞ്ഞാൽ ആക്കി തീർക്കപ്പെടുക, അതായത് 100 മുറിഞ്ഞു പോയി എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്ഷുരൻ്റെ ശൂലത്തിന് നേരെ ദേവി തൻ്റെ ശൂലത്തെ പ്രയോഗിച്ചു. ആ ദേവീ ശൂലം കൊണ്ട് ചിക്ഷുരൻ്റെ ശൂലവും ആ മഹാസുരനും 100 കഷണങ്ങളായി പൊടിഞ്ഞുപോയി എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം. ഹതേ തസ്മിൻ മഹാവീര്യേ മഹിഷസ്യ ജമൂപദൗ ആജഗാമ ഗജാരൂഢശ്ചാമരസ്ത്രിദശാർദനഃ. മഹിഷസ്യ മഹിഷാസുരൻ്റെ ചമൂപദൗ സേനാധിപതിയായി മഹാവീര്യേ തസ്മിൻ ആ വീര്യനായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിബലവാനായിരിക്കുന്ന അവൻ ഹതേ കൊല്ലപ്പെട്ടപ്പോൾ ചാമരഃ ത്രിദശാർദനഃ ചാമരൻ എന്ന പേരോടുകൂടിയ അസുരൻ ഗജാരൂഢഃ ആജഗാമ ഗജം ആന ഗജാരൂഢഃ ആനപ്പുറത്ത് കയറി ആജഗാമ ആജഗാമ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മഹിഷാസുരൻ്റെ സേനാനിയായ ചിക്ഷുരൻ വധിക്കപ്പെട്ടപ്പോൾ അതിബലവാനായിരിക്കുന്ന അവന് വധിക്കപ്പെട്ടപ്പോൾ ദേവിയാൽ വധിക്കപ്പെട്ടപ്പോൾ അടുത്തത് ചാമരൻ എന്ന പേരോടുകൂടിയ അസുരൻ ആനപ്പുറത്ത് കയറി വന്നു എന്നർത്ഥം. ഇനി 12ാമത്തെ ശ്ലോകം. സോപിശക്തിം മുമോജാധാ ദേവ്യാസ്ഥാമംബികാദ്രുതം ഹുങ്കാരാഭിഹതാം ഭൂമൗ പാതയാമാസ നിഷ്പ്രഭാം. അധഃ സഹ അപി സോപി എന്ന് പറഞ്ഞാൽ സഹ അപി അവനും അധ സോപി മുമോജാധ എന്നുള്ളതിൽ അധയാണ്. അധ സഹ അപി അവനും അനന്തരം ദേവ്യാഹ ദേവിയുടെ ശക്തിം മുമോജ വേലിനെ ഇവിടെ ദേവിയുടെ വധത്തിനായി ദേവിയെ വധിക്കുന്നതിനായി ശക്തി എന്ന് പറഞ്ഞാൽ വേലാണ്. മുമോജ വിക്ഷേപിച്ചു അതായത് വേൽ പ്രയോഗിച്ചു. ശക്തി എന്ന വേലിനെ പ്രയോഗിച്ചു എന്നർത്ഥം. അപ്പോൾ ചാമരൻ എന്ന അസുരൻ വന്ന ഉടനെ ദേവിയുടെ നേരെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വേലിനെ പ്രയോഗിച്ചു. അംബിക ദ്രുതം താം ദേവി ദ്രുതം വേഗം അംബിക ദേവി വേഗത്തിൽ താം അതിനെ അതായത് ആ വേലിനെ ഹുങ്കാരാഭിഹതാം എന്ന് പറഞ്ഞാൽ ഹുങ്കാര ശബ്ദം നമുക്കറിയാം, ഒരു വല്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കില്ലേ ഹുങ്കാരം, ആ ശബ്ദം പുറപ്പെടുവിച്ച് അതിനെ നശിപ്പിച്ചു എന്നാണ്. ദേവിയുടെ ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് ചാമരൻ്റെ വേല് നശിച്ചു. നിഷ്പ്രഭാം അതിനെ പ്രഭയോടുകൂടാത്ത നിഷ്പ്രഭമാക്കി എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തതാക്കി ആ വേലിനെ. ആ വേലിൻ്റെ ശക്തിയെല്ലാം ദേവിയുടെ ഒരൊറ്റ ഹുങ്കാര ശബ്ദത്തിൽ ഇല്ലാതായി എന്ന് അർത്ഥം. ഭൂമൗ പാതയാമാസ ഭൂമിയിൽ പതിച്ചു ദേവി പതിപ്പിച്ചു, അതായത് ചാമരൻ്റെ ആ വേൽ എന്ന ആയുധം ഭൂമിയിൽ പതിച്ചു ദേവിയുടെ ഹുങ്കാര ശബ്ദം കൊണ്ട് മാത്രം. ഇനി അടുത്ത ശ്ലോകം. ഭഗ്നാം ശക്തിം നിപതിതാം ദൃഷ്ട്വാ ക്രോധസമന്വിതഃ ചിക്ഷേപചാമരശൂലാം ബാണൈസ്തദപി സാക്ഷിനത്. ചാമരശൂലം ബാണൈസ്തദപി സാക്ഷിനത്. ചാമരഃ ശക്തിം ചാമരൻ വേലിനെ, ശക്തി എന്നുദ്ദേശിക്കുന്ന വേലിനെയാണ്. ചാമരൻ വേലിനെ ഭഗ്നാം നിപതിതാം ദൃഷ്ട്വ കണ്ടിട്ട്, നിപതിതാം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വീഴുന്നത് കണ്ടിട്ട് ഭഗ്നാം അതായത് പൊടിഞ്ഞു വീണതായി കണ്ടിട്ട് ഈ വേലിനെ. ക്രോധസമന്വിതൻ ക്രോധത്തോടു കൂടിയവൻ, ദേഷ്യത്തോടു കൂടിയവൻ, കോപത്തോടു കൂടിയവൻ. ശൂലം ചിക്ഷേപ അടുത്തത് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ശൂലമാണ്. ആ ശൂലം ചിക്ഷേപ എന്ന് പറഞ്ഞാൽ ദേവിയുടെ നേരെ എറിഞ്ഞു എന്നേ അർത്ഥമുള്ളൂ. ശൂലത്തെ എടുത്ത് ദേവിയുടെ നേർക്ക് എറിഞ്ഞു. സ തത് അഭി സ എന്നിവിടെ ഉദ്ദേശിക്കുന്ന അവൾ, അതായത് ദേവി ആ ശൂലത്തെയും, ദേവി അതും എന്ന് പറഞ്ഞാൽ ആ ശൂലത്തെയും ബാണൈഹി അച്ഛിനത് ബാണങ്ങളെ കൊണ്ട് അച്ഛിനത് എന്ന് പറഞ്ഞാൽ ഛേദിച്ചു. ദേവി ബാണം പ്രയോഗിച്ച് ആ ശൂലത്തെയും ഛേദിച്ചു കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. ശ്രീദേവി ബാണങ്ങളെ കൊണ്ട് അതിനെയും മുറിച്ചു. ഇനി 14ാമത്തെ ശ്ലോകം.
തതസിംഹസമുത്പത്യ ഗജകുംഭാന്തരസ്ഥിതഃ ബാഹുയുദ്ധേന യുയുധേ തേനോച്ഛൈസ്ത്രിദശാരിണാ. തതഃ സിംഹ, അനന്തരം ആ സിംഹം സമുത്പത്യ നല്ലവണ്ണം മേൽപോട്ട് ചാടിയിട്ട് ഗജകുംഭാന്തരസ്ഥിത, ഗജം ആന, കുംഭാന്തരസ്ഥിത എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ആനയുടെ മസ്തകത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട്, ആനയ്ക്ക് സിംഹത്തെ കൊല്ലാൻ പറ്റും. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കഥകളിലൊക്കെ കേട്ട് കാണും. അതായത് അത്രയും വലിയ ആനയുടെ മസ്തകത്തിൽ ചാടിക്കയറി അടിച്ച് ഒറ്റ അടി കൊണ്ട് സിംഹം ആനയെ വധിക്കും. അങ്ങനെയാണ് ആനയുമായിട്ട് സിംഹം ഏറ്റുമുട്ടുന്നത്. ഇവിടെ അതുപോലെ തന്നെ ദേവിയുടെ വാഹനമായ സിംഹവും നല്ലവണ്ണം മേൽപോട്ട് ചാടി ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ, അതായത് ഇടയിൽ കയറി നിന്നുകൊണ്ട് തേന ത്രിദശാരിണ, ആ അസുരനോടുകൂടി ഉച്ചൈഹി, അതികഠിനമായി ഉച്ചത്തിൽ, ബാഹുയുദ്ധേന യുദ്ധ, ഇവിടെ ഉച്ചൈഹി എന്ന് പറഞ്ഞാൽ ഘോരമായി കഠിനമായി എന്നാണ് അർത്ഥം എടുക്കേണ്ടത്, ഉച്ചത്തിൽ എന്നല്ല. ബാഹുയുദ്ധേന യുദ്ധേ, കൈകളെ കൊണ്ട് യുദ്ധം ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മുടെ അസുരന് കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇവിടെ അനന്തരം സിംഹം നല്ലവണ്ണം എന്ന് മേൽപോട്ട് ചാടി ആനയുടെ മസ്തകങ്ങളുടെ ഇടയിൽ കയറി നിന്നിട്ട് ആ ചാമരാസുരൻ്റെ കൂടെ ബാഹുയുദ്ധം ചെയ്തു, അതായത് കൈകൾ കൊണ്ട് യുദ്ധം ചെയ്തു എന്നേ അർത്ഥമുള്ളൂ. ഇനി അടുത്ത ശ്ലോകം 15. യുദ്ധ്യമാനൗ തതസ്തൗതു തസ്മാൻ നാഗാൻ മഹിം ഗതൗ യുധാദേതി സംരബ്ധൗ പ്രഹാരൈരതിദാരുണൈഃ. തതഃ, അനന്തരം, യുദ്ധ്യമാനൗ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, തൗതു, അവരാകട്ടെ, തസ്മാത് നാഗാൽ, ആ ആനയിൽ നിന്ന്, മഹീം ഗതൗ, ഭൂമിയെ പ്രാപിച്ചവരായിട്ട്, അതായത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവർ താഴെ വീണു എന്നർത്ഥം. അതിസംരബ്ധൗ, അത്യന്തം കോപിഷ്ടന്മാരായിട്ട്, അതിസംരബ്ധൗ, അതിദാരുണൈ, ഇവിടെ അതിദാരുണം എന്ന് പറഞ്ഞാൽ ദീനതയോടുകൂടി എന്നല്ല അർത്ഥം എടുക്കണ്ടേ. അവർ രണ്ടുപേരും യുദ്ധത്തിലാണ്, അതിഭയങ്കരമായി എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. പ്രഹാരൈ യുധാതെ, പ്രഹരങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്തു. ഇവരുടെ ഇപ്പോൾ ആയുധമൊന്നുമില്ല, മുഷ്ടി യുദ്ധമാണ്, കൈകൾ ഉപയോഗിച്ച് മുഷ്ടി യുദ്ധമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അനന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരായ അവർ ആ ആനപ്പുറത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണിട്ട് അതികോപത്തോടു കൂടിയവരായി ഭയങ്കരങ്ങളായ കൈകളെ കൊണ്ട് ഭയങ്കരങ്ങളായ പ്രഹരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ചു എന്നാണ്. ഇനി അടുത്തത് 16 ശ്ലോകം. തതോ വേഗാത് ഖമുത്പത്യ നിപത്യ ച മൃഗാരിണ കരപ്രഹാരേണ ശിരശ്ചാമരസ്യ പൃഥക്കൃതം. തതഃ വേഗാത്, അനന്തരം വേഗത്തിൽ, ഖം ഉത്പത്യ, ആകാശത്തിലേക്ക് ചാടിയിട്ട്, നിപത്യ ച, പതിക്കുകയും താഴോട്ട് പതിക്കുകയും ചെയ്തിട്ട്, ചാമരസ്യ ശിരഃ, ചാമരൻ്റെ ശിരസ്, മൃഗാരിണ, മൃഗം എന്നുദ്ദേശിച്ചിരിക്കുന്ന ഇവിടെ സിംഹത്തിനെയാണ്, മൃഗാരിണ, സിംഹത്താൽ, കരപ്രഹാരേണ, കൈകൊണ്ടുള്ള, കരം കയ്യ്, കരപ്രഹാരേണ, കൈകൊണ്ടുള്ള അടിയാൽ, പൃഥക്കൃതം, പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ പൃഥക്കൃതം, വേറെ ആക്കപ്പെട്ടു. അതായത് പിന്നീട് സിംഹം വേഗത്തിൽ മേൽപോട്ട് ചാടി താഴെ പതിച്ചിട്ട് ചാമരനെ കൈകൊണ്ട് തന്നെ അടിച്ചു കൊന്നു. ഇവിടെ ഈ ശ്ലോകം കൊണ്ട് ശിക്ഷുരൻ്റെ മരണവും കഴിഞ്ഞു, അതുപോലെ ചാമരാസുരൻ്റെ മരണവും കഴിഞ്ഞു. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ 16 മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.